വിദേശകാര്യ വിദഗ്ധൻ ശ്രീ നിർമ്മൽ എബ്രഹാം കൂടി ചേരുന്നുണ്ട്. നിർമ്മൽ, ഇവിടെ ശക്തി കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെയുള്ള ശക്തമായ ആക്രമണങ്ങൾക്ക് ഇറാന് ശേഷിയുണ്ടോ എന്നത് പരിശോധിക്കണം. ഒപ്പം തന്നെ ഇസ്രയേൽ പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുന്ന കാര്യത്തിൽ ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളത് കൂടി ഒന്ന് വിലയിരുത്താം. തീർച്ചയായിട്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഫയർ പവർ പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അമേരിക്കയെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇറാന് സാധ്യതയില്ല. അതിന് വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുപാടുള്ള രാജ്യങ്ങൾ പോലും, മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ പോലും അവർക്ക് സപ്പോർട്ട് വരുമോ എന്ന് സംശയമുണ്ട്. പ്രത്യേകിച്ച് സൗദിയും ടർക്കിയും ഒക്കെ എതിര് നിൽക്കുന്ന സാഹചര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോൾ ഒരു ഹെഡ് ഓൺ വാറിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അമേരിക്ക കൂടെ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറാന് അത്രയുള്ള ശക്തി കാണില്ല. മാത്രമല്ല അവിടുത്തെ എക്കണോമിക് കണ്ടീഷൻസും ജനങ്ങളുടെ രോഷവും ഇതെല്ലാം കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോയി അവിടെ ജനങ്ങളെ ഇത് ബാധിക്കും തോറും ഡെമോക്രസി ആയിട്ട് കാണാനില്ല എങ്കിൽ പോലും അവിടെ അവർ കൂടുതൽ സഫർ ചെയ്യുമെന്നുള്ളതാണ് പറയാൻ പറ്റുക. പിന്നെ ഇത് തിരിച്ചടിയായിട്ട് എത്രത്തോളം മുന്നോട്ട് പോകുന്നോ അത്രത്തോളം അഡ്വാൻറ്റേജ് ഇസ്രായേൽ US ആണ്. ഇപ്പൊ അമേരിക്ക അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അമേരിക്കയുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ തകർക്കുക അല്ലെങ്കിൽ നെഗോഷിയേഷൻ ടേബിളിലോട്ട് വരിക. കാരണം മുമ്പ് യുറേനിയം എൻറിച്ച്മെന്റിന്റെ പേരിലാണ് ഈ പ്രശ്നം ഉണ്ടായത്. ട്രംപ് ഇനീഷ്യലി സൂചിപ്പിച്ചിരുന്നു, നിങ്ങൾ ആദ്യത്തെ ഒബാമയുടെ കാലഘട്ടത്തിൽ സൈൻ ചെയ്ത പാക്റ്റില് 3-4 കാര്യങ്ങൾ ഒബാമ വിട്ടുപോയിരുന്നു. അതായത് ഈ ഹൂത്തികള്, ഹെസ്ബുള്ള, ഹമാസ് പോലുള്ള പ്രോക്സീസിനെ നിങ്ങൾ സഹായിക്കില്ല എന്നൊരു ഉറപ്പ് തരണം എന്നുള്ള ഒബാമയുടെ ക്ലോസിൽ ഇല്ലായിരുന്നു. അത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാണ് ഇറാന്റെ മുന്നിലോട്ട് ട്രംപ് പോയത്. അതേപോലെ ട്രംപിന്റെ നിലപാടാണ് നിർണായകം. നിലവിലെടുത്തിരിക്കുന്ന നിലപാടിൽ നിന്നൊരു മാറ്റം വളരെ പെട്ടെന്ന് ഉണ്ടാകുമോ? ട്രംപിന്റെ നിലപാടില് ഇച്ചിരി കൊണ്ടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ഇതുവരെ പറഞ്ഞിരിക്കുന്ന പുതിയൊരു വാറിലോട്ട് പോകില്ല എന്നുള്ളതാണ്. പക്ഷെ അമേരിക്കൻ സിറ്റിസൺസോ അമേരിക്കൻ എംബസീസോ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻവോൾവ് ആവും. പക്ഷെ ഇതിന്റെ അകത്ത് ക്ലോസ് ട്രംപ് തീർച്ചയായിട്ടും ഒരു നെഗോഷിയേഷന് വെക്കില്ല. കാരണം 3 കാര്യങ്ങളാണ് ട്രംപ് പറഞ്ഞത്. അതായത് ഒബാമയുടെ പോലെ തന്നെ JCPOAക്ക് സിമിലർ ആയിട്ടുള്ള ഒരു അഗ്രിമെന്റ് വെക്കാം. പക്ഷെ അതിനകത്ത് 3 കാര്യങ്ങളോട് നിങ്ങൾ ഉൾപ്പെടുത്തണം. ഒന്ന്, യുറേനിയം എൻറിച്ച്മെന്റ് ഇനി പറ്റില്ല. മാത്രമല്ല നിങ്ങളുടെ എല്ലാ ന്യൂക്ലിയർ ഡെവലപ്മെന്റ് സെന്റേഴ്സിലും അല്ല, ഞങ്ങൾക്ക് സംശയം തോന്നുന്ന ഏതൊരു സെന്ററിലും ഏത് സമയത്തും ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം വേണം. നിങ്ങളുടെ ബലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിൽ ഞങ്ങൾ ഇതുപോലെ റിവ്യൂ ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. അതേപോലെ ഹൂത്തികളെയും ഹമാസിനെയും മറ്റേ ഇസ്ലാമിക് ജിഹാദോ ഏതെങ്കിലും ഒരു പ്രോക്സിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇറാൻ സ്റ്റോൾ ചെയ്യാൻ തുടങ്ങിയത്. ഇല്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല ഡിസ്കഷൻ എന്ന് പറയാൻ തുടങ്ങിയത്. അതുകൊണ്ട് ട്രംപ് ആ കണ്ടീഷൻസിലോട്ട് ഇറാനെ വെറുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടിയായിട്ട് ഇതിനെ കാണാം. അത് ട്രംപ് അതിലൊരു വിട്ടുവീഴ്ച ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം രണ്ടാണെങ്കിലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വിജയമാണ്. കാരണം ഒന്ന്, അവർ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർ സമ്മതിച്ചില്ലെങ്കിൽ ആ പേരും പറഞ്ഞ് ഇത് നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി. അതല്ലെന്നുണ്ടെങ്കിൽ ഇറാൻ തിരിച്ചു വന്നിട്ട് നെഗോഷിയേഷൻ ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ട്രംപിന്റെ കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ ഇറാന്റെ സിറ്റുവേഷൻ. ശരി, നന്ദി ശ്രീ നിർമ്മൽ. അതാണ്